നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ കടയിൽ ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് ഉറപ്പിച്ചു പോലീസ്. കടയിലെ 3 ജീവനക്കാരുടെ അക്കൗണ്ടിലായി ഒരു വർഷത്തിനിടെ 63 ലക്ഷം രൂപ എത്തിയതായി കണ്ടെത്തി. വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടും ജീവനക്കാർ എത്താത്തതോടെ ഇവർ ഒളിവിൽ പോയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഒരു ഏകദേശ കണക്ക് 63 ലക്ഷത്തിനോടനുബന്ധിച്ച് 3 ചേച്ചിമാരും കൂടി ഒരു വർഷത്തിനിടയ്ക്ക് ദിയാകൃഷ്ണയുടെ OBYOCന്ന് അടിച്ചു മാറ്റി സ്വന്തം അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് കണ്ട വഴി ഇപ്പോൾ ഓടിയിട്ടുണ്ട്. ആ ഓടി വഴിക്ക് പുല്ലുപോലും മുളയ്ക്കില്ലെന്നുള്ളത് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. ഇനി വല്ല പൊട്ടക്കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടിയാലായി. അതിലപ്പുറത്തേക്ക് ഏതെങ്കിലും ഇത്രയും സമയം എന്തായാലും അനുവദിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതിനിടയിൽ വെച്ചിട്ട് വല്ല രാജ്യത്തേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നിപ്പോയൊരു കാര്യമാണ്, ഈ കേസ് വന്നിട്ട് എത്ര ദിവസമായി, അല്ലെങ്കിൽ തുടങ്ങിയിട്ട് എത്ര ദിവസമായി, പക്ഷെ ഇതിന് കൃത്യമായിട്ടൊരു അന്വേഷണം നേർവഴിക്ക് നടന്നിട്ടുള്ളൂ എന്ന കാര്യം പലപ്പോഴും ഡൗട്ട് അടിച്ചൊരു കാര്യമാണ്. മേ ബി രാഷ്ട്രീയമാവാം, അത് വെച്ചിട്ടുള്ള കളികളായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കിയ കാര്യങ്ങളായിരിക്കാം. കാരണം ഈ ഒരു കേസിന്റെ കാര്യത്തിൽ ഈ പറയുന്ന കൃഷ്ണകുമാറിന്റെ വീട്ടുകാർ എടുത്തിട്ടുള്ള തെളിവുകൾ, അവർക്ക് എടുത്തു വെക്കാൻ തോന്നിയ ആ തെളിവുകൾ കൊണ്ട് മാത്രമാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും ഇന്നസെന്റ് ആയിട്ട് ആൾക്കാരുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ എപ്പോഴേ ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ട് ഇവർക്കെതിരെ തിരിഞ്ഞേനെ. കാരണം ഈ പറയുന്ന അല്ലാതെ പോലീസായിട്ട് അവരുടെ വഴി കണ്ടുപിടിച്ച തെളിവുകൾ എന്താണെന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഒരു ചാനലിലൂടെ ഞാൻ കേട്ടിട്ടില്ല. മൊത്തം ഇവർ തന്നെ CCTV എന്നുള്ള കാര്യങ്ങളായാലും അല്ലെങ്കിൽ ഇവർ തന്നെ ശേഖരിച്ച തെളിവുകളായാലും കൈമാറിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇതിന് അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് എന്തായാലും വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും തോന്നിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ 3 പഠിച്ച കളികൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദിയാകൃഷ്ണയ്ക്കും ഉണ്ട്. അങ്ങനെ തന്നെയാണ് പറയേണ്ടിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തുന്ന സമയത്ത് ഇത്രയും ഈ 63 ലക്ഷത്തോളം ഒക്കെ ഈ ഒരു വർഷത്തിനിടയിൽ പറ്റിക്കപ്പെടണമെങ്കിൽ നല്ല രീതിക്ക് കച്ചവടം നടക്കുന്ന ഒരു കടയാണിതെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ബിസിനസ് നടത്തുന്ന സമയത്ത് മേ ബി ശരിയായിരിക്കും അവരുടെ ഈ പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത്, ഗർഭിണിയാണ്, ആ സമയത്ത് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്ട്രെസ്സുകൾ, അല്ലെങ്കിൽ പിരിമുറുക്കങ്ങൾ, ഹോർമോൺ ചേഞ്ച്, ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ബിസിനസ്സാണ്. അപ്പം ആരെങ്കിലും ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഈ പറയുന്ന സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ഒരാളെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കാരണം ഈ 3 പഠിച്ച കളികളെ കൊണ്ട് ഇപ്പം ഒരുപാട് പേർക്കാണ് പ്രശ്നമായിരിക്കുന്നത്, തൊഴിലാളികളായിട്ടുള്ള. കാരണം ഈ പറയുന്ന മുതലാളി തൊഴിലാളി ബന്ധം അങ്ങനെ ഒരു സംഭവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഭയങ്കരമായിട്ട് കണക്ഷനിലൂടെ പോയിട്ടുള്ള എത്രയോ ആൾക്കാർ കാണും. അവർക്കൊക്കെ ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ദിവസം പ്രതി ചുരുളഴിയുന്ന സമയത്ത് ടെൻഷനാണ് സ്വാഭാവികമായിട്ടും. വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ എത്രയോ പേര് അതിലപ്പുറത്തേക്ക് തോന്നിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത്, എത്രത്തോളം വിക്ടിം കാർഡാണ് ഇവർ ഇറക്കി കളിച്ചെന്നുള്ളത്. ജെൻഡർ കാർഡ്, ജാതി കാർഡ്, അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന സ്ത്രീകൾക്ക് ചില സമയത്തെങ്കിലും അനുവദിക്കപ്പെടുന്ന പ്രിവിലേജസ് അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആ കുടുംബത്തിൽ 2 ആണുങ്ങൾ, അവരെ കൃത്യമായിട്ട് പൂട്ടാനുള്ള എല്ലാ കഥകളും മുഖത്ത് യാതൊരു ഭാവഭേദവും ഇല്ലാതെ അവർ വിളിച്ച് ഓരോ മീഡിയയ്ക്ക് മുന്നിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യങ്ങൾ അയച്ചു നോക്കിയേ. കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ കൃത്യമായിട്ട് 23 വർഷമൊക്കെ തടവ് ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ FIR ഇട്ടെന്നൊക്കെ പറയുന്ന വാർത്തകളുണ്ട്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ. ഈ ഒരു സംഭവമാണ് ഉടുപ്പി പിടിച്ച് വലിച്ചു കീറി, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പൂട്ടിയിട്ടു, ഈ പറയുന്ന എന്താ പറയുന്നത് ഫോൺ തട്ടിപ്പറിച്ചു വെച്ചു, ഭർത്താവിനടക്കം പൂട്ടിയിട്ടു, പൈസയ്ക്ക് വേണ്ടി മാത്രം തുറന്നു വിട്ടു, വണ്ടിയിൽ പിടിച്ചുകൊണ്ടുപോയി, ഒരു ആളറിയാത്ത ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പാർപ്പിച്ചു. പിന്നെ ഈ പറയുന്ന എനിക്കൊന്ന് ബലാത്സംഗം അല്ലെങ്കിൽ പീഡനം അങ്ങനെ കാര്യത്തിലേക്ക് വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലും ഇവർ പല ചാനൽസിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ഞാൻ ഇന്നലെ ഒരെണ്ണം കണ്ടത് ദിയാകൃഷ്ണയുടെ ഭർത്താവായിട്ടുള്ള അശ്വിനെ കുറിച്ച്. അതിനകത്ത് കണ്ണാടിക്കാരി ചേച്ചി പറയുന്നൊരു കാര്യമാണ്. അതായത് രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ ഫോൺ വിളിച്ചിട്ട് അത് ബാക്ക് ചെയ്തു, ഇത് ബാക്ക് ചെയ്തു. പൂവാലന്മാരെ സംസാരിക്കുന്നത് എപ്രകാരമാണോ അപ്രകാരമൊക്കെയാണ് അശ്വിന് സംസാരിക്കുന്നത് എന്ന കാലത്ത്. അതൊക്കെ കേട്ട സമയത്ത് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഇത്രയും തരംതാന്ന് സംസാരിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഈ ആണുങ്ങളെ കുടുക്കുന്നത് എന്നൊരു സംഭവം. ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു പക്ഷേ പുരുഷന്മാർക്ക് പലപ്പോഴും സ്ത്രീകളോട് വെറുപ്പുണ്ടാകുന്നത് ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത്. ചിലപ്പോൾ ഇതിനിടയിൽ സത്യസന്ധരായിട്ടുള്ള സ്ത്രീകളെ പോലും ഈ പറയുന്ന വിശ്വാസത്തിൽ എടുക്കാൻ പുരുഷന്മാർ തയ്യാറാവില്ല ഇങ്ങനെയുള്ള കേസുകൾ വരുന്ന സമയത്ത്. നല്ല സ്ത്രീകൾ പോലും ഒരുപക്ഷെ ഈ പറയുന്ന തെറ്റിദ്ധാരണയിൽ പെടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയും ഉളുപ്പില്ലാതല്ലേ ഇത്രയും കവർച്ച അല്ലെങ്കിൽ ഇത്രയും ഇത് ചെയ്തിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസ് കേസ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവാതെ അവർ കൃത്യമായിട്ട് അത് പിടിച്ചു നിർത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് സമ്മതിച്ചാൽ മതി. പക്ഷെ ഈ ഒരു കാര്യം കറക്റ്റ് എത്ര എടുത്തുന്നോ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും പറയാതെ വീട് വെച്ചു എന്നുള്ള കാര്യങ്ങൾ വരെ പുറത്തു വരുന്നുണ്ട്. അവരുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ രീതികളും മാറി. അല്ലെങ്കിൽ തന്നെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിക്കൂടെ, ഒരു സാധാരണ നിലയിൽ താമസിക്കുന്ന ഇടത്തരക്കായിട്ടുള്ള ആൾക്കാരൊക്കെ ദിവസം പ്രതി, കാരണം ഭയങ്കര വിലയാണ്,
പ്രായമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്തിനിടയ്ക്ക് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇത്രയധികം ഗോൾഡ് പണയം വെച്ചിട്ട് 8-9 ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊണ്ടു കൊടുക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ നമുക്കതിൽ, കാരണം അങ്ങനെ പറ്റുമോ എന്നൊരു കാര്യം എനിക്ക് തോന്നിപ്പോയ ഒരു കാര്യമായിരിക്കും. കാരണം ഒരു സാധാരണക്കാരനെ കൊണ്ട് പറ്റുമോ, അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും കൊണ്ട് ഒരു റൗണ്ട് ചെയ്തോ അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നൊരു കാരണം. അതിനപ്പുറത്തേക്ക് അതിനകത്ത് നിങ്ങളും കൂടി ഒരു ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് എൻ്റെ ഭർത്താവ് ഏകദേശം 1-2 ലക്ഷമൊക്കെ മാസം തോറും അയക്കുന്ന വ്യക്തിയാണ്. അപ്പം തോന്നിപ്പോയ ഒരു കാര്യമാണ്, 1-2 ലക്ഷമൊക്കെ അയക്കുന്ന ഭർത്താവുള്ള ചേച്ചിക്ക് ഈ പറഞ്ഞ ഇവിടെ വന്നിട്ട് ഇത്തരത്തിലുള്ള പണി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് മുഖത്ത് യാതൊരു കൂസലും ഇല്ലാതെ ഇത്രയും കള്ളത്തരം പറയാനായിട്ട് തയ്യാറാവുന്ന ഈ പഠിച്ച കള്ളികളെയൊക്കെ എനിക്ക് തോന്നുന്നു പൊടി പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരുടെ പിന്നിൽ കൃത്യമായിട്ട് ഈ കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുന്നത്, ഒരു ദിവസത്തെ രാത്രി മൊത്തം പഠിപ്പിച്ച പാഠങ്ങൾ നല്ല രീതിയിൽ ഉൾക്കൊണ്ട് പാടിയവരാണ് ഇവരെന്ന് പറയുന്നത്. അതിനനുസരിച്ച് അപ്പം നല്ലൊരു അഡ്വക്കേറ്റ് കൃത്യമായിട്ട് ഇവർക്ക് പിന്നിലുണ്ട്. അങ്ങനെ ഒരു അഡ്വക്കേറ്റിനെ കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആരൊക്കെയോ ചേർന്ന് ഇതിൻ്റെ പിന്നിൽ ഒരു കുതന്ത്രം കെട്ടി ചമച്ചിട്ടുണ്ട്, ഒരു കളി നടത്തിയിട്ടുള്ളതെന്ന് കാര്യം 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ആ തലേ ദിവസം ഈ അവരുടെ മുന്നിലിരുന്ന് കുറ്റസമ്മതം നടത്തുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, അതല്ല പിറ്റേ ദിവസം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അപ്പം അത്രയും ഒരു ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു സപ്പോർട്ട്, വലിയൊരു സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എന്തും ഈ വെട്ടി തുറന്ന് പറയുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിക്ടിം കാർഡ് ഇറക്കി കളിക്കുക എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റും. അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നിപ്പോയതാ ഈ 3 എണ്ണത്തിനും ഇത്തരത്തിൽ പൈസ അടിച്ചു മാറ്റാനുള്ള ഒരു തൻ്റെ ഇടം കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ഭർത്താക്കന്മാരുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അല്ലാതെ ഇത്രയും വലിയൊരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഏതൊരു ഭർത്താവായാലും ഇത്രയും തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന സമയത്ത് അതിനെ എന്താ പറയുന്നത്, അത് തട്ടിത്തെറപ്പിച്ച് നീയൊക്കെ ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിക്ക് പറയുക ചെയ്യുക. അല്ലാതെ ഇതുപോലെ സപ്പോർട്ട് ചെയ്തു നിൽക്കും എന്നുള്ള കാര്യം കണ്ട സമയത്ത് എനിക്ക് അത്ഭുതമാണ് തോന്നിപ്പോയത്. കാരണം ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ കബളിപ്പിച്ച് പറ്റിച്ച് ജീവിക്കുന്ന ഭാര്യമാരാണ് തനിക്കുള്ളതെന്ന് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നല്ലൊരു ഭർത്താവിനോട് അറപ്പാണ് ഉളവാകുന്നതെന്ന് പറയുന്നത്. മേ ബി കൂടുതൽ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഇനിയിപ്പം പോട്ടെന്ന് വെച്ചതാണോ എന്നറിയത്തില്ല, അല്ലെങ്കിൽ അവർ അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കുമല്ലോ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ 3 അല്ലെങ്കിൽ ഇത്രയും ദിവസത്തിൽ ഇത്രയും തെളിവുകൾ വന്നതിന് ശേഷം പോലീസിൽ ഹാജരാവണമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം എനിക്കിത് 2 പേരെയാണെന്ന് തോന്നുന്നു കാണാതായിരിക്കുന്നു. അവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരെ ഒളിപ്പിക്കാൻ പറ്റുന്ന അത്രയും ആഴത്തിലൊരു സ്ഥലം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ആരെങ്കിലും ഒക്കെ കാണാതിരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണാതിരിക്കത്തില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് വലിയ എന്തിലോ പെടുത്താനുള്ള ഒരു വലിയൊരു കളിയായിരുന്നു. ഇതിലപ്പുറത്തേക്ക് തോന്നിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇവർ ഇത്രയും നാളുകൾ കൊണ്ട് ഇത്രയും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവരായിരുന്നു പോയി പറയുന്ന മാർക്കറ്റുകളിൽ നിന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് എടുത്തുകൊണ്ടിരുന്നതെങ്കിൽ കൃത്യമായിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഇവരാണ് ഇത് മൊത്തവും ഈ പറയുന്ന പാക്കേജിങ്ങും മറ്റും ചെയ്തിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും ഗൂഗിൾ റിവ്യൂസിൽ വന്നിട്ടുള്ള റിവ്യൂസിനെ ഒറ്റയടിക്ക് തള്ളിക്കളയാനായിട്ട് ഇനിയെങ്കിലും ദിയ കൃഷ്ണ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കാരണം ഇത്രയും തെണ്ടിത്തരം ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കമ്പനി നല്ല രീതിക്ക് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരായിരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രോഡക്ട്സ് എന്തുമാത്രം ഈ പറയുന്ന റേറ്റ് കുറച്ച് അതിലുടായ്പ നടത്തി എടുത്തിട്ടുണ്ട്, എത്രമാത്രം ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പാക്കേജിങ് സമയത്ത് എത്രത്തോളം ശ്രദ്ധയോടുകൂടി ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊന്നും നമുക്ക് പറ്റില്ല. ചിലപ്പം പൊട്ടിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ഇവരെയും എടുക്കാതെ അവർക്ക് വേറെ തരത്തിലേക്ക് ഈ സ്റ്റോക്ക് എടുത്തിട്ട് മാറ്റിമറിച്ച് കച്ചവടം ചെയ്യാൻ അത്രയും ഉതകുന്ന തരത്തിലേക്ക് കുതന്ത്രമുള്ള സ്ത്രീകളാണ് ഈ 3 എണ്ണം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ പറഞ്ഞ ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിലായിരിക്കും അവരുടെ ഹെൽത്ത് ശരിയല്ല, പക്ഷെ കുടുംബാംഗങ്ങൾക്കിലും അങ്ങനത്തുള്ള കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്തല്ല. അതാണോ ഈ ഗൂഗിൾ റിവ്യൂസിൽ ഇത്രയധികം നെഗറ്റീവ് വരാനുള്ള കാര്യം എന്ന് ചിന്തിക്കുന്നത്? ശരിയാണ്, ഇവരുടെ പ്രോഡക്ട്സിനൊക്കെ നല്ല പൈസയാണ്. അപ്പം തോന്നിപ്പോയൊരു കാര്യം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേണ്ടുന്നവർ മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിന് കുറ്റം പറയുന്നൊരു സംഭവത്തിലേക്ക് മാറ്റാനും പറ്റുന്നൊരു കാര്യമാണല്ലോ. നല്ല പ്രോഡക്ട്സ് ആയതുകൊണ്ടായിരിക്കുമല്ലോ വാങ്ങിയവർ പിന്നെയും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ഒരു കച്ചവടവുമായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുമായിട്ട് വന്നിട്ട് ഇത്രയധികം കച്ചവടം നടത്തുക, ഇത്രയും വലിയ സക്സസ്ഫുൾ ആയിട്ട് അത് കൊണ്ടുപോവുക, റൺ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നിപ്പോയൊരു കാര്യം, കഴിഞ്ഞ വട്ടം വന്ന സോഷ്യൽ മീഡിയയിൽ കുറേയധികം ആൾക്കാർ നെഗറ്റീവ്, ഞാനടക്കം പറഞ്ഞിട്ടുണ്ട്. അതിന് കാര്യം എനിക്ക് തോന്നുന്നു ആ പറഞ്ഞ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് തിരക്കാൻ പക്ഷേ ദിയ കൃഷ്ണ തയ്യാറായില്ലായിരുന്നു. ഈ ഒഫൻഡ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം മാത്രമാണ് അവർ അന്ന് ചെയ്തത്. ഇല്ല, ഞാൻ അങ്ങനല്ല, എൻ്റെ പ്രോഡക്ട്സ് അങ്ങനെയല്ല, എൻ്റെ സ്റ്റാഫ് അങ്ങനെയല്ല എന്ന് പറഞ്ഞിതാക്കാൻ മാത്രം ശ്രമിച്ച സമയത്ത് എനിക്കൊന്ന് ആ ഇഷ്യൂ വന്ന സമയത്ത് അപ്പോഴെങ്കിലും ഇതൊന്ന് ചെക്ക് ഔട്ട് ചെയ്തിരുന്നെങ്കിൽ, ഒന്ന് നേരെ നോക്കിയിരുന്നെങ്കിൽ അന്നെങ്കിലും ചിലപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ
ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം മേ ബി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവരാണ് പ്രോഡക്ട്സ് മോശമാക്കി വിട്ടുകൊണ്ടിരുന്നതെന്ന് അറിയാൻ പറ്റാത്ത കാര്യമില്ല. ആരും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഇപ്പം പൂർണ്ണമായിട്ട് മനസ്സിലായ ഒരു കാര്യമില്ലേ. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇവരെ എത്രയും പെട്ടെന്ന് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിന് പിന്നിൽ നല്ല കടുത്ത ശക്തികൾ ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം.